വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങൾ അസർബൈജാനിലേക്ക് ഒരു 4 ഡേയ്സിൻ്റെ ട്രിപ്പ് പോയ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ ദുബായിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അസർബൈജാൻ പോയത് നമുക്ക് ഷാർജ എയർപോർട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. രാവിലെ ഏകദേശം ഒരു 10:45 ഫ്ലൈറ്റ്. ഗേറ്റിലിരുന്ന ടൈമിലെല്ലാം നന്നു നല്ല ഉറക്കമായിരുന്നു. പിന്നെ ബോർഡിംഗ് ടൈം ആയപ്പോഴേക്കും നന്നു പിന്നെ ഉണർന്നു. പക്ഷേ ഫ്ലൈറ്റിൽ കയറി ടേക്ക് ഓഫിൻ്റെ ടൈം ആയപ്പോഴേക്കും നന്നു വീണ്ടും ഉറങ്ങി. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ലഞ്ചൊക്കെ വന്നു. അപ്പോൾ ഏകദേശം ഈവനിങ് ഒരു 3:30 മണിക്കാണ് അറൈവൽ ടൈം കാണിക്കുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് യുഎഇന്ന് അസർബൈജാൻ എത്താനായിട്ട് എടുക്കുന്നതിനേക്കാട്ടിലും ടൈം ഇത്തവണ എടുത്തു. കാരണം വാറൊക്കെ നടക്കുന്നതുകൊണ്ട് ഇറാൻ ടച്ച് ചെയ്യാതെയാണ് ഫ്ലൈറ്റ് പോകുന്നത്. അപ്പോൾ വേറെ റൂട്ട് വഴി ആയതുകൊണ്ട് എക്സ്ട്രാ കുറച്ചുകൂടി ടൈം എടുത്തിട്ടാണ് നമ്മൾ എത്തിയത്. അങ്ങനെ ബാക്കുവിൽ നമ്മൾ ലാൻഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ കിട്ടി. പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ അവിടുത്തെ സിമ്മൊക്കെ എടുത്തു. ഇതാണ് എയർപോർട്ടിൻ്റെ പുറമേ ഉള്ള വ്യൂ. ഇതാണ് ബാക്കുവിലെ ഹെയ്ദർ അലീഫ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അസർബൈജാനിലെ ക്യാപിറ്റലാണ് ബാക്കു. അപ്പം അസർബൈജാനിലുള്ള ഒരു മെയിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഈ ബാക്കുവിലുള്ള ഈ എയർപോർട്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, ചെറിയൊരു കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ടൈമിൽ ബാക്കുവിലെ ക്ലൈമറ്റൊക്കെ നോക്കിയപ്പോൾ നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു കാണിച്ചിരുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ പോകാനിരിക്കുന്ന പ്ലേസിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പ് കണ്ടിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു തണുപ്പ് പ്രതീക്ഷിച്ചതേ ഇല്ല. എന്തായാലും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ടാക്സി എടുത്തിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയത്. അപ്പോൾ അവിടെ ടാക്സിയൊക്കെ ബുക്ക് ചെയ്യുന്നത് ബോൾട്ട് എന്ന് പറയുന്ന ഒരു ആപ്പിലാട്ടോ. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ ടാക്സി ചാർജ് ഭയങ്കര ചീപ്പാണ് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും ടാക്സി എടുത്ത് പോകാം, അത്രയ്ക്ക് റേറ്റ് കുറവാണ്. പിന്നെ നമ്മൾ ഓൾറെഡി റെന്റൽ കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ തൊട്ട്. കാരണം അടുത്ത ദിവസം നമ്മൾ മൗണ്ടൻ ഏരിയാസും കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയാസൊക്കെ പോകാനായിരുന്നു പ്ലാൻ. അപ്പം നമുക്ക് ഇടയ്ക്ക് നിർത്തിയൊക്കെ എൻജോയ് ചെയ്ത് പോകാനും പിന്നെ കൊച്ചുമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ കൺവീനിയൻറ്റ് അതായതുകൊണ്ട് നമ്മൾ അത് ചൂസ് ചെയ്തത്. പിന്നെ നിങ്ങളൊരു യുഎഇ റെസിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു യുഎഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസർബൈജാനിലെ റെന്റൽ കാർ എടുക്കാവുന്നതാണ്. ചില റെന്റൽ കമ്പനീസ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തു വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയി. പിന്നെ അസർബൈജാനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അസർബൈജാനിലെ ആകെയുള്ള ഒരു സിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ക്യാപിറ്റലായ ബാക്കു തന്നെയാണ്. അപ്പോൾ ബാക്കി പ്ലേസസ് ഒക്കെ മൗണ്ടൻ ഏരിയാസും വില്ലേജ് പോലത്തെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ബാക്കുവിൽ മാത്രമാണ് മെട്രോ സ്റ്റേഷൻസ് ഉള്ളത്. പിന്നെ ടാക്സി ബുക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ബോൾട്ട് ആപ്പിലൂടെയാണ്. ബോൾട്ട് ആപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറുമാണ്, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇവിടുത്തെ ലോക്കൽ കറൻസി എന്ന് പറയുന്നത് അസർബൈജാനി മനാത്താണ്. അപ്പോൾ കാർഡ് പേയ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ എല്ലായിടും അക്സെപ്റ്റ് ചെയ്യുമെങ്കിലും ചെറിയ ചെറിയ ഷോപ്സിലൊക്കെ കൊടുക്കാൻ കുറച്ച് മനാത്ത് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടുത്തെ ലോക്കൽ സിമ്മും നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ അന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാൻ ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ റൂം എത്തി, നമ്മൾ ലഗേജൊക്കെ വെച്ചു, ജസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഒന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നമ്മൾ ബാക്കു സിറ്റിയൊക്കെ കാണാൻ നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം 5 മണിയായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു ദിവസവും പിന്നെ നമ്മൾ റിട്ടേൺ പോകുന്ന ഒരു ദിവസം മാത്രമാണ് നമ്മൾ ബാക്കുവിൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം കാഴ്ചയൊക്കെ കാണാമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞൊന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. പിന്നെ വേറെ കൺട്രീസിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും, നമ്മൾ വേറൊരു രാജ്യത്ത് ചെന്നിട്ട് ഹോട്ടലിലെ ലഗേജൊക്കെ വെച്ചിട്ട് അന്നത്തെ ദിവസം ആ സിറ്റിയൊക്കെ നടന്ന് കാണുന്നത് ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 8നും 8:30ക്കും ഒക്കെ ഇടയിലാണ് ഇവിടെ സൺസെറ്റ്. പിന്നെ നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു രസമുള്ള ക്ലൈമറ്റ് ആയിരുന്നു നമുക്ക് ഇറങ്ങി നടക്കാൻ. തണുത്തിട്ട് രക്ഷയില്ല. ചെറുതായിട്ട് മഴയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് കണ്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് വരിക എന്നുള്ളതായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവളെ എടുത്ത് നടക്കുന്ന കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയും പെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഓർത്തു ഒരു ടാക്സി വിളിക്കാം എന്ന് വെച്ച് ടാക്സി വിളിച്ചിട്ട് നമ്മൾ നേരെ അവരുടെ അടുത്ത് ചോദിച്ച് നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് പോയി. പിന്നെ ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് അസർബൈജാനിയാണ് കേട്ടോ. അപ്പോൾ ഈ ലാംഗ്വേജ് ടർക്കിഷ് ആയിട്ട് കുറച്ചുകൂടി റിലേറ്റഡ് ആണ്. പിന്നെ റഷ്യനും ഒരുപാട് പേര് സംസാരിക്കും, എസ്പെഷ്യലി ബാക്കുവിൽ. പിന്നെ പ്രായമായവരുടെ ഇടയിലും റഷ്യൻ അറിയാം. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ചില ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സിലും ചില ടൂറിസ്റ്റ് അട്രാക്ഷൻസിലും മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോക്കൽ ഷോപ്സിലൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബാക്കു സിറ്റിയുടെ പുറത്തേക്കൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ മസ്റ്റായിട്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും.
അതുപോലെ ചില ടാക്സി ഡ്രൈവേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വിളിച്ച ടാക്സിക്കാരന് ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചാണ് ഓരോന്നൊക്കെ ചിലതൊക്കെ സംസാരിച്ചത്. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ ജസ്റ്റ് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന ഈ ഒരു ടാക്സി വിളിച്ചപ്പോൾ അത്യാവശ്യം ആ പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. പുള്ളി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. അതുപോലെ നമ്മളെ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് കാണിച്ചു തന്നു. അവിടെ കൊണ്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്തു. ഇതാണ് നമ്മളന്ന് രാത്രി പോയ റെസ്റ്റോറൻറ്റ്. അസ്സലാമു അലൈക്കും. Wi-Fi, el menu. Okay. Small salata есть. No? This mix, yeah? Mix to chicken, tomato, potato. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ആദ്യം ഒരു ചിക്കൻ സാലഡ് കൊണ്ടുവന്നു. പിന്നെ മെയിൻ ഡിഷായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് പ്ലോവ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അത് ഇവരുടെ ഒരു ട്രഡീഷണൽ റൈസ് ഐറ്റം ആണ്. അപ്പം നമ്മുടെ ഒരു പുലാവിനൊക്കെ സിമിലർ ആയിട്ട് ഏകദേശം വരും. അപ്പോൾ ഇതിൽ റൈസിൻ്റെ കൂടെ ലാമ്പോ അല്ലെങ്കിൽ ബീഫൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ചിക്കനും വരും. നമ്മൾ ഓർഡർ ചെയ്തത് ലാമ്പായിരുന്നു. നമ്മൾ പക്ഷെ കുറച്ച് സ്പൈസി ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് സ്പൈസിയേ അല്ല, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ നമ്മളിതൊരു പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ, ജസ്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ അവിടുത്തെ ഓരോ ഡിഷും ഉണ്ടാക്കുന്നത് അവിടുത്തെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്ത പ്ലോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ചുമ്മാ വെച്ചതേ ഉള്ളൂ. ഇത് നമ്മുടെ മിറണ്ടയൊക്കെ പോലത്തെ ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പുറത്താണെങ്കിൽ നല്ല കാറ്റായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരു ടാക്സി ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ റൂമിലേക്ക് പോയി. അങ്ങനെ നമ്മളിതേ ഹോട്ടലിൻ്റെ അടുത്തെത്തി. ഇത് പുറത്ത് നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ നടക്കാനായിട്ട്. ഇതാണ് നമ്മൾ അന്ന് രാത്രി സ്റ്റേ ചെയ്ത ഹോട്ടൽ സെൻട്രൽ സ്ക്വയർ. അത്യാവശ്യം ടൗണിൻ്റെ നടുക്ക് തന്നെയായിരുന്നു. ഇത് നമ്മുടെ റൂമിൻ്റെ വിൻഡോയിൽ നിന്നുള്ള വ്യൂ ആട്ടോ. നമ്മൾ കിടക്കാറൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര കാറ്റിന് ഭയങ്കര ശക്തിയായിരുന്നു. നമുക്ക് കണ്ടാൽ പേടിയാവും, അതുപോലെ കാറ്റായിരുന്നു. പക്ഷേ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ UAE ആ ഒരു ചൂടിൻ്റെ ടൈമിലൊക്കെ പോയതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ലൈമറ്റ് നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തു. അങ്ങനെ രാവിലെയായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുക. അതുപോലെ തന്നെ ട്രിപ്പൊക്കെ പോകുന്നവർക്കൊക്കെ മനസ്സിലാവും, നമ്മളൊരു സ്റ്റേക്കേഷൻ ആണെങ്കിലും ജസ്റ്റ് ട്രിപ്പിനാണെങ്കിലും നമ്മൾ ആ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നെക്സ്റ്റ് മോർണിംഗിൽ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത് അതും ഒരു പ്രത്യേക ഫീലിംഗാണ്. നമുക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ അവിടെ പോയാലും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മളിതേ റൂമിലേക്ക് തിരിച്ചു വന്നു. ഇനി നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മളിനി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് റെൻ്റൽ കാർ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടാക്സി എടുത്തിട്ട് റെൻ്റൽ കാർ കമ്പനിയിൽ ചെന്ന് അവിടുന്ന് കാർ എടുത്തിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ നമ്മളിതേ ടാക്സി ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക ടാക്സി വരാനായിട്ട്. അങ്ങനെ കാറ് കിട്ടി. ഇനി നമ്മൾ പോകുന്നത് കബല എന്ന പ്ലേസിലേക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അസർബൈജാനിലെ മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യുന്നതിനെക്കാട്ടിലും ഏതെങ്കിലും ഒരു പ്ലേസിൽ പോയി അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് വളരെ റിലാക്സ് ചെയ്ത് പോകാനായിരുന്നു കേട്ടോ പ്ലാൻ. അപ്പോൾ കബല എത്താൻ ഏതാണ്ട് 4 മണിക്കൂറോളം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം പെട്രോൾ അടിക്കാൻ കയറിയത്. ഇതാണ് ഇവിടുത്തെ പെട്രോൾ സ്റ്റേഷൻ സോകാർ. Card payment, okay? Card. 50 manat. 50 manat. Yeah. 92. 95. 95. Yeah. പിന്നെ നമ്മളൊരു ചെറിയ സൂപ്പർ മാർക്കറ്റിൽ കയറി. ഏകദേശം ലഞ്ച് ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. റെൻ്റൽ കാർ കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ലഞ്ച് കഴിക്കാൻ എവിടെയെങ്കിലും ഇറങ്ങിയാൽ പിന്നെയും ലേറ്റ് ആകണ്ടെന്ന് വിചാരിച്ചു.
അങ്ങനെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇനി നമ്മൾ നേരെ ഖബല കേട്ടോ പോകുന്നത്. പിന്നെ ഈ കാറ് റെൻ്റൽ ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ബേബി സീറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലേ ഇത്രയും മണിക്കൂർ ഞാൻ മടി വെച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ കാർ സീറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. കുറേ നേരമൊക്കെ ഞാൻ അതിലിരിക്കുമായിരുന്നു. ഇടയ്ക്ക് ഉറക്കം വരുമ്പോഴും ഒക്കെ അതിൽ തന്നെ ഇരുന്നോളുമായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് ബോറടിക്കുമ്പോഴൊക്കെ അതിൽ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്തേക്ക് വരും. പിന്നെ ദേ ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു കോക്കനട്ട് ഫ്ലേവർ ആയിരുന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അച്ഛയുടെ പൊന്നാരാ? അച്ഛയുടെ സുന്ദരി ആരാ? അച്ഛയുടെ വഴക്കാളി ആരാ? അച്ഛയുടെ വഴക്കാളി ആരാ? ഞാനാണോ? അങ്ങനെ ലഞ്ചിന് പകരം നമ്മൾ ഇതുപോലെ ഓരോന്നൊക്കെ നമ്മൾ പോകുന്ന വഴി ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നന്നൂന് കഴിക്കാനുള്ളതും ഒക്കെ ഞാൻ ഇങ്ങനെ പോകുന്ന വഴി തന്നെ ആട്ടോ കൊടുത്തത്. ഈ ഒരു ചപ്പാത്തി റോൾ പോലത്തെ ഇതൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കയറി. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ വയറൊക്കെ നല്ലപോലെ നിറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് റോഡ് സൈഡിൽ നിർത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ നന്നൂന് കുറേ നേരം കണ്ടിന്യൂസ് ഇരുന്നുകൊണ്ടാകുന്നു ഇടയ്ക്കൊന്നും കരയാനൊക്കെ തുടങ്ങി. അപ്പോൾ ആ കരച്ചിലൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കുമല്ലേ, അപ്പോൾ ഇടയ്ക്കൊന്ന് നിർത്തി ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ ഒന്ന് പോകാമെന്ന്. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും നമ്മൾ പോയി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ ഇത്. നിറയെ ചെമ്മരിയാട്. അപ്പം നന്നൂനെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് നമ്മൾ അവിടെയും കുറച്ച് നേരം ഒന്ന് നിർത്തി. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരുന്നപ്പോൾ ഇങ്ങനെ സൈഡിൽ വണ്ടിയിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് വെക്കുന്ന കണ്ടപ്പോൾ നമ്മൾ അവിടെയും ഒന്ന് നിർത്തി. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടുന്നതല്ല. അപ്പോൾ കണ്ട സ്ഥിതിക്ക് കുറച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സ് കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു.
How much? How much? Mükis. Ah. Ağzından kara. അങ്ങനെ വേണ്ട ഫ്രൂട്ട്സിൽ നിന്നെല്ലാം കുറച്ച് കുറച്ചെടുത്ത് അങ്ങനെ മിക്സ് ചെയ്തിട്ടാട്ടോ നമ്മൾ വാങ്ങിയത്. അങ്ങനെ ഫൈനലി ഒരു 4 to 5 hours ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇത് ഗബല പ്ലേസിൻ്റെ കുറച്ച് മുമ്പായിട്ടുള്ളൊരു പ്ലേസാണ്. ഇതൊന്നും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നതല്ല, നമ്മൾ ഈ വരുന്ന വഴിയിൽ കണ്ടുപിടിച്ച് ബുക്ക് ചെയ്തതാട്ടോ. നല്ലൊരു പ്ലേസ് ആയിരുന്നു, നല്ല ക്ലൈമറ്റും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ. അവിടെ ചെന്നപ്പോഴേക്കും നണ്ണു നല്ല ഉറക്കമായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് ലഗേജൊക്കെ വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ ആ ചെയറിൽ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചങ്ങിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അങ്ങ് നിർത്തും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.